ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ചെടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ജനുവരി മുല്ല, ഓടുമുല്ല, ക്രിസ്തുമസ് മുല്ല എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഫ്ലോറിഡ വൈനാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ അതിഥി. കൂടാതെ ഓറഞ്ച് ട്രംപ്റ്റ് വൈൻ എന്നും വിളിക്കപ്പെടുന്നുണ്ട്. തെക്കേ അമേരിക്കൻ കണ്ടുവരുന്ന നല്ലൊരു ചെടിയാണ് ഈ സുന്ദരി. വള്ളിച്ചെടികൾ ഇഷ്ടമുള്ളവരെ ഒരുപാട് ആകർഷിച്ചെടുക്കുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ ഇത്. 5 മീറ്റർ ഉയരത്തിൽ എത്താൻ കഴിവുള്ള ശക്തമായിട്ട് വളരുന്ന നിത്യഹരിത സുന്ദരി ചെടിയാണ് കേട്ടോ ഇത്. ഇലഞ്ഞെട്ടിൻ്റെ അറ്റത്തു നിന്ന് ഒരുമിച്ച് ഉയർന്നു വരുന്നതായിട്ടുള്ള ഇലകൾ നമുക്ക് ഈ ചെടിയിൽ കാണാനായിട്ട് കഴിയും. ശീതകാലം മുതൽ വസന്തകാലം വരെ പ്രത്യക്ഷപ്പെടുന്ന ഓറഞ്ച് പൂക്കൾ 5 മുതൽ 9 സെൻറ്റിമീറ്റർ വരെ നീളവും ഇടതൂർന്ന കൂട്ടവുമായിട്ട് കാണാൻ കഴിയും. ഹമ്മിങ് ബേർഡുകൾ വഴിയാണ് ഇവിടെ പരാഗണം നടക്കുന്നത്. പഴങ്ങൾ മിനുസമാർന്നതും 3 സെൻറ്റിമീറ്റർ നീളമുള്ള തവിട്ടു നിറത്തിലും കാണപ്പെടുന്നു. ഇഷ്ടിക ചുമരുകൾ ഉൾപ്പെടെ ഏത് പരുക്കൻ പ്രതലത്തിലും പറ്റിപ്പിടിച്ച് വളരാൻ കഴിവുള്ള ഒരു ചെടിയാണിത്. ശൈത്യകാലത്ത് നമുക്ക് ഈ ചെടിയിൽ നിന്നും അധികം കട്ടിയില്ലാത്ത കട്ടിങ്സ് എടുത്തിട്ട് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. പൈറോസ്റ്റെജിയ വെനുസ്റ്റ എന്ന പേരിൽ ഈ ചെടി അറിയപ്പെടുന്നുണ്ട്. വെനുസ്ത എന്നിട്ടുണ്ടെങ്കിൽ മനോഹരം എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. ഇപ്പോൾ പൈറോസ്റ്റെജിയ എന്നത് ഗ്രീക്ക് പൈറോസ് ഫയർ എന്നതിൽ നിന്നാണ് വന്നിട്ടുള്ളത്. പൂക്കളുടെ നിറവും മുകളിലെ ചുണ്ടിൻ്റെ ആകൃതിയും സ്റ്റെജിയ കവറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇങ്ങനെ പൂത്തുലഞ്ഞ് കിടക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണല്ലേ. എന്നാൽ ഈ ചെടിയെ കൊണ്ട് നമുക്ക് മറ്റൊരു ദോഷം കൂടി ഉണ്ട് കേട്ടോ. മറ്റേതെങ്കിലും നമുക്ക് ആവശ്യമുള്ള നല്ലൊരു മരത്തിൽ ഈ ചെടി നമ്മൾ പടർത്തി കൊടുക്കുകയോ അതല്ലെങ്കിൽ ചെടി തന്നെത്താൻ പടർന്നു വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ മരത്തെ പാടെ നശിപ്പിച്ച് കളയാനുള്ള ഒരു കഴിവ് ഇതിനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ചെടിയോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മളിതിനെ മറ്റു മരങ്ങളിലൊന്നും പടർത്തി കയറ്റാതെ നല്ല രീതിയിൽ ആർച്ച് രീതിയിലൊക്കെ നമ്മൾ കമ്പിയൊക്കെ മുറിച്ച് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ ചെടിയെ വളർത്തിയെടുക്കാനായിട്ട് നോക്കുക. കൂടാതെ ഈ ചെടി പടർന്നു പന്തലിച്ച് ഇതേപോലെ നിറയെ പൂത്തുലഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് ഒരു തീപിടുത്തത്തിൻ്റെ സൂചന ലഭിക്കും കേട്ടോ. തീ പിടിച്ച് കിടക്കുന്ന ഒരു ഫീലാണ് നമുക്ക് നേരിട്ട് കാണുമ്പോൾ തോന്നുന്നത്. അത്രയും മനോഹരമായ നല്ലൊരു സുന്ദരി ചെടി കൂടിയാണിത്. ഈ ഒരു വീഡിയോ നമ്മുടെ നാട്ടിലുള്ളതല്ല കേട്ടോ, അങ്ങ് ദൂരെ ഇസ്രായേലിൽ നിന്നുള്ള നല്ലൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിനി സെയിലുണ്ടോയെന്ന് ചോദിച്ചിട്ട് ആരും വരരുത്. ഇത് നമ്മൾ നല്ലൊരു ചെടിയെ കിട്ടിയപ്പോൾ എല്ലാവർക്കും പരിചയപ്പെടുത്താനായിട്ട് കൊണ്ടുവന്നതാണ്. കൂടാതെ ഇന്ന് നമ്മുടെ കേരളത്തിൽ പലയിടങ്ങളിലും ഈ ചെടി കണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇസ്രായേൽ പോലെ ഒരുപാട് തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് കേട്ടോ ഈ ചെടി ഇതുപോലെ പൂത്തുലഞ്ഞ് കിടക്കുന്നത് കാണാൻ കഴിയുക. അപ്പോൾ ഈ സുന്ദരി ചെടിയെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റു നല്ലൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.